ഹല്ലേലൂയ. ഞങ്ങൾ നാഗാലാൻഡിലാണ്. നാഗാലാൻഡിൽ ഞങ്ങൾ ഇന്നലെ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ഒരു അച്ഛനെ വിളിച്ചു. അച്ഛനിങ്ങനെ ഒരു സഹോദരൻ്റെ കുടുംബത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നു. ഇന്നലെ ഇവരുടെ കുടുംബത്തിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. നല്ല ഒരു ദൈവസ്നേഹം അനുഭവമുള്ള ഒരു കുടുംബമാണ് ഇത്. ജെനി, ഹോളി ഹോം മിനിസ്ട്രിയുടെ ജെനി, പ്രകാശ് ഭയ്യ, കൽക്കട്ടയിൽ നിന്ന് പ്രകാശ് ഭയ്യ. ഞങ്ങൾ ഇന്ത്യ മുഴുവനും ഇങ്ങനെ സഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഇന്നിപ്പോൾ നാഗാലാൻഡിലാണ് വന്നിരിക്കുന്നത്. ഇവർ നല്ല ഹാർദ്രമായിട്ട് സ്വാഗതം ചെയ്തു. ഇവരുടെ നല്ല ഭക്ഷണം തന്ന് ഇവർ ഞങ്ങൾക്ക് മുറി തന്ന് ഇവിടെ താമസിപ്പിച്ചു. രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ഞങ്ങളെ കൊണ്ടുപോയി. അങ്ങനെ നല്ലൊരു വലിയൊരു സ്നേഹത്തിൻ്റെ അനുഭവത്തിലാണ് ഇവർ ഞങ്ങളെ ഇവിടെ സ്വീകരിച്ചത്. ഇനിയും വരണമെന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഇവർ ആഗ്രഹിക്കുന്നു. എന്തായാലും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഒരു വലിയ പരിപാലനം. ഞങ്ങളിവിടെ വരുമ്പോൾ സത്യത്തിൽ ഇങ്ങനൊരു പ്ലാനിങ് അറേഞ്ച് ചെയ്യാതല്ല, പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കുടുംബത്തെ പരിചയപ്പെടാനും ഈ കുടുംബത്തിലേക്ക് കടന്നു വരുവാനും കർത്താവ് അനുഗ്രഹിച്ചത്. യേശുവിനെ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഭാഷ അറിയില്ലായിരുന്നു. ഇവർ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. ഭാഷയ്ക്കും ദൂരത്തിനും അകലത്തിനും അതീതനായ യേശുവിൻ്റെ സ്നേഹവും കൃപയുമാണ് എല്ലാത്തിലും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. Thank you so much, Jesus, for bringing us together with the holy people and with those who are serving you in my house, so that I surely believe that we have already got blessed from the unknown people through the divine intervention. I praise the Lord and I thank you so much to our Almighty God and to our brothers here, those who came from Kerala to go for the mission, so that we pray let their mission be success and progress, so that they may bring many souls into your kingdom. Thanks to be God. Thank you, Jai Jishu. ദീമാപൂരിൽ നിന്നും ഏകദേശം 70 കിലോമീറ്ററോളം ദൂരമേ ഉള്ളൂ. എങ്കിലും ഇവിടെ കടന്നു വരാൻ ഏകദേശം 3 മണിക്കൂറോളം യാത്ര ചെയ്യേണ്ടി വന്നു. ഞങ്ങളിപ്പോൾ നാഗാലാൻഡിലെ രൂപത കാര്യാലയത്തിലാണ്. റാവ് ഇവിടെ കൊണ്ടുവരുവാൻ ഞങ്ങളെ അനുവദിച്ചതിനോട് നന്ദി പറയുക. ഇവിടെ ഇന്നലെ സിസ്റ്റർമാരുടെ കൂടെ രൂപതയുടെ ഒരു റിട്രീറ്റ് സെൻറ്ററിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്നും ഇന്ന് രാവിലെ ഇവിടെ രൂപത കാര്യാലയത്തിലേക്ക് വന്നു. ഇവിടെ ഇന്ന് വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഇന്നിവിടെ വന്നു. ഇന്ന് ഞങ്ങൾ ഇവിടുത്തെ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം നിർത്തി ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് മണിപ്പൂരിലേക്ക് യാത്രയാകുന്നു. സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ള ക്രിസ്തുവിൻ്റെ ആഹ്വാനത്തോട് അനുബന്ധിച്ച് ഇങ്ങനെ ഇന്ത്യ മുഴുവനും പ്രാർത്ഥനയുമായിട്ട് കടന്നു വരുവാൻ ദൈവം അനുവദിച്ചു. അതിനോടനുബന്ധിച്ചാണ് ഇന്നിപ്പോൾ ഈ നാഗാലാൻഡിലേക്ക് കടന്നു വന്നത്. നമുക്ക് ഈ ജനത്തിന് വേണ്ടിയിട്ടും ഈ ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടും ഇവിടുത്തെ വൈദികർക്കും സിസ്റ്റേഴ്സിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജയേശു. കൊഹിമ കത്തീഡ്രലിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഭയങ്കര സന്തോഷം. മിഷൻ കർത്താവ് ഏൽപ്പിച്ചതാണ്, കർത്താവിൻ്റെ മിഷനാണ്. അത് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു ആനന്ദം എന്ന് പറയുന്നത്, ഉള്ളൊരു യാത്ര, ഒരു 10-20 മിനിറ്റത്തെ യാത്ര വിശുദ്ധ അർപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിഷനിൽ വന്നിട്ടൊരു വിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴും ആ മിഷൻ കാണുമ്പോഴും മിഷൻ അനുഭവിക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു ആനന്ദം, അത് സ്വർഗത്തിൽ നിന്ന് കിട്ടുന്നതാണ്. അത് ഈ ലോകത്തെല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരെയും ഈ മിഷനിലേക്ക്, കർത്താവ് ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഇറങ്ങണം. നമ്മുടെ എല്ലാ സേഫ് സോണുകളും വിട്ടുകൊണ്ട് ഈ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ക്രിസ്തുമാരെ തേടിക്കൊണ്ടുള്ള യാത്രയിലേക്ക്
നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് ഈ സുപ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ പുതിയ സ്നേഹത്താൽ നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങൾ അവിടുത്തെ പരിശുദ്ധാത്മാവ് നിറയ്ക്കട്ടെ. അങ്ങനെ ആ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവെച്ച് ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ നിത്യം ജീവിക്കാനുള്ള കൃപ, കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേലുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.